താര കല്യാണിൻ്റെയും മകൾ സൗഭാഗ്യ വെങ്കിടേഷിൻ്റെയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല നിമിഷങ്ങളെയും ചില പ്രതിസന്ധികളെയുമൊക്കെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവയ്ക്കാറുണ്ട്. തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വലിയ പിന്തുണയാണ് ഇരുവരുടെയും യൂട്യൂബ് ചാനലുകൾക്ക് ലഭിക്കാറുള്ളത്. അടുത്തിടെ താര കല്യാണിൻ്റെ അമ്മയും നർത്തകിയും നടിയുമായ സുബ്ബലക്ഷ്മിയമ്മയുടെ അസുഖത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വ്യക്തമാക്കുന്ന വീഡിയോ സൗഭാഗ്യ ചെയ്തിരുന്നു. അമ്മൂമ്മയ്ക്ക് സെർവിക്കൽ ക്യാൻസർ ആണെന്ന് തുറന്നു പറഞ്ഞ സൗഭാഗ്യ ഡോക്ടർക്കൊപ്പം എന്തെല്ലാം മുൻകരുതൽ എടുക്കണമെന്നും എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ സെർവിക്കൽ ക്യാൻസർ ടെസ്റ്റ് ചെയ്യണമെന്നും വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ താര കല്യാണിന് അടുത്തിടെ തൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. കുറച്ചു കാലമായി ശബ്ദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നുമായിരുന്നു ഇരുവരും ഒരുമിച്ച് വന്ന വീഡിയോയിൽ സൗഭാഗ്യ പറഞ്ഞത്. അമ്മയ്ക്ക് വേണ്ടി സൗഭാഗ്യയാണ് സംസാരിച്ചത്. താര കല്യാണിന് ബാധിച്ച അസുഖം എന്തായിരുന്നു വീഡിയോയിൽ സൗഭാഗ്യ പറഞ്ഞത്. സ്ഥിരമായി ക്ലാസ് എടുക്കുന്നത് കൊണ്ടും ദേഷ്യം വരുമ്പോൾ ശബ്ദം പോകുമായിരുന്നു. അങ്ങനെ സംഭവിച്ചതായിരുന്നു എന്നുമൊക്കെയാണ് ആദ്യം കരുതിയിരുന്നത്. നേരത്തെ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞതുകൊണ്ടുമാവാം ശബ്ദത്തിന് ഈ പ്രശ്നം എന്നും കരുതിയിരുന്നു. എന്നാൽ അതുകൊണ്ട് ഒന്നുമല്ല ഈ പ്രശ്നമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതായാണ് സൗഭാഗ്യ പറഞ്ഞത്. ഇപ്പോഴത്തെ താര കല്യാണിൻ്റെ യൂട്യൂബ് ചാനലിൽ മകൾ സൗഭാഗ്യ ശബ്ദം കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. താര കല്യാണിൻ്റെ ശബ്ദം വീണ്ടെടുക്കുന്നതിനായി സർജറി നടത്താൻ പോകുന്നതിന് മുന്നോടിയായാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. വീണ്ടും സർജറി എന്ന പേരിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ എത്തി അമ്മയുടെ ശബ്ദം വീഡിയോ എടുത്തിരുന്നു. ശബ്ദത്തിൻ്റെ പ്രോഗ്രസ് സർജറി കഴിഞ്ഞാലും അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ സർജറിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഒപ്പമുണ്ടായിരുന്ന ആളോട് പറഞ്ഞു കൊടുത്തിരുന്നു. ഓരോ വാക്ക് പറയുമ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓരോ വാക്ക് പറയുമ്പോഴും നെഞ്ചിൽ നിന്ന് വേദനയെടുക്കും. അത് പരിശ്രമിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സൗഭാഗ്യ വീഡിയോയിൽ പറയുന്നുണ്ട്. 1 മണിക്കൂറിൻ്റെ സർജറിയാണ് അമ്മയ്ക്ക് നടത്തിയത്. അത് കഴിഞ്ഞ് 7 മുതൽ 8 മണിക്കൂർ വരെ അമ്മയെ ഒബ്സർവേഷനിൽ കിടത്തുകയാണ് ചെയ്യുക. അമ്മ ഓക്കെയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നുവെന്നും വീഡിയോയിൽ സൗഭാഗ്യ പറയുന്നുണ്ട്. ഭക്ഷണം ഇറക്കാനൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ സർജറി കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും സക്സസ് ആവാറുണ്ട്. ബാക്കി 10% പേർക്ക് മാത്രമാണ് അത് പരാജയപ്പെടുക എന്നാണ്. നമ്മൾ ആ 10%ത്തിൽ പെടരുതേ എന്നതാണ് ആകെയുള്ള പ്രാർത്ഥന എന്നും സൗഭാഗ്യ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുവരെ സംസാരിച്ചിരുന്ന ശബ്ദമാവില്ല. അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ കുഴപ്പമില്ല, സുഖമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്.